ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നതേ തൃശ്ശൂർ പൂരമാണ്. അപ്പം ഇന്ന് തൃശ്ശൂർക്കാരുടെ പകൽപ്പൂരമാണ്. അപ്പം ഞാനും അമ്മയും വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇന്നാണ് തൃശ്ശൂർക്ക് ഇറങ്ങിയത്. അങ്ങനെ ഇതേ ഞങ്ങൾ ടൗണിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നിൽക്കാൻ പറ്റില്ല, നമുക്ക് അത്ര ചൂടായിരുന്നു. അപ്പോൾ ഒരു കുട ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കയ്യിൽ. പിന്നെ ഞാൻ ഷാളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളിതേ പറമ്പിലെത്തിയപ്പോൾ മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് മുല്ലപ്പൂ ഒക്കെ വെക്കണത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി. പിന്നെ മുഴത്തിന് 20 രൂപയുള്ളൂ. അപ്പോൾ ഒന്നും നോക്കിയില്ലേ, വേഗം വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് ഇതേ ഞങ്ങൾ പറമ്പിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ പൂരം അവിടെയാണല്ലോ. അപ്പോൾ ഇതേ പൂരം കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ പൂരം കാണാൻ ഞങ്ങൾ ആനയുടെ അടുത്തേക്കൊന്നും പോവില്ല കേട്ടോ. ഞങ്ങൾക്ക് പൊതുവെ പേടിയാണ് ആനയുടെ പാക്കിലൊക്കെ നിൽക്കാൻ. അഥവാ ആന എങ്ങാനും ഓടി കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്നിട്ടാണ് പൂരം കണ്ടത്. അവിടെ വരെ 2 മിനിറ്റായിട്ടാണ് ഞങ്ങൾ നിന്നത്. പിന്നെ ചേച്ചിയുടെ നാത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് വരാൻ. അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ കെട്ടിയ കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കടക്കാൻ പറ്റില്ല. പിന്നെ ഈ കുഴികളെന്ന് പറയുന്നത് വെടിക്കെട്ടിൻ്റെ കുഴികളാണ് കേട്ടോ. അങ്ങനെ ഇതേ പൂരം അവസാനിച്ചു. ഇനി ഞങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് കടന്നു കേട്ടോ. ഇനി എല്ലാവരും ഓരോ സ്ഥലങ്ങൾ പിടിക്കൂട്ടോ. നമ്മുടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോ സ്ഥലങ്ങൾ തപ്പി നോക്കും. ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ CMS സ്കൂളിൽ അവിടെയാണ് ഞങ്ങൾ നിൽക്കാറ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ ഇതേ പൂരമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ വെടിക്കെട്ടിനെ കാത്തു നിൽക്കാണ്. ഇപ്പോഴൊന്നും കേട്ടോ, കുറേ കഴിഞ്ഞ വെടിക്കെട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മാളു ക്ഷീണം ഒരു ചോക്ലേറ്റ് ഐസ് കുടിച്ചു. ഞാൻ കഴിക്കണില്ല കേട്ടോ, എനിക്ക് തൊണ്ടവേദന ഉണ്ട്. കാരണം അത് മാറി വരണുള്ളൂ. അത് കാരണം ഞാൻ കഴിക്കില്ല. ഇനി നമുക്ക് കുറച്ച് നേരം ആനേനെ കാണാം. കുളിക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ഭയങ്കര വെയിലാണ്. എടുത്തു. ഹായ്, അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൗണിലാണ്. ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്. ഇതെൻ്റെ അമ്മ അടിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ പോവാണേ. അപ്പം ഞങ്ങളിത് CMS സ്കൂളിൻ്റെ അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. കുറേ നേരം കാത്തിരിക്കണം കേട്ടോ ഈ വെടിക്കെട്ടൊക്കെ വരാൻ. അപ്പോൾ പൂരം കഴിഞ്ഞ് ഒരു മണിക്കൂർ 3/4 മണിക്കൂർ വേണം കാത്തിരിക്കാൻ. മാല ഞങ്ങൾ വേറെ രീതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിയൊക്കെ നോക്കട്ടെ, കഴുത്ത് നോക്കിയേ, ചിണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരിക്കണ്. വെടിക്കെട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാളും തുണ്ടും ഭയങ്കര തല്ലൂട്ടാട്ടാ. അവരെവിടെ പുറത്ത് പോയാലും അവർ തല്ലൂടും. ഞാൻ അവരെ ഫേസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ തുണ്ട്. അപ്പം നമ്മൾ കാത്തിരുന്ന വെടിക്കെട്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം തുടങ്ങിയത് തിരുവമ്പാടി വെടിക്കെട്ടാണ്. അപ്പം അത് എല്ലാവരും ഗേറ്റിൻ്റെ അവിടേക്ക് ഓടാണ് കാണാൻ. അപ്പം അങ്ങനെ തിരുവമ്പാടി വെടിക്കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർമേക്കാവ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കപ്പലണ്ടൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ വെടിക്കെട്ട് തുടങ്ങി. അപ്പം അങ്ങനെ പറമേക്കാവ് വെടിക്കെട്ട് കഴിഞ്ഞു. അയ്യോ എന്തു രസമായിരുന്നു അറിയാം, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതന്നെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വന്നു. പിന്നെ നമ്മുടെ വെടിക്കെട്ട് പൊട്ടിയതൊക്കെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എൻ്റെ പേര് കറക്റ്റ് കിട്ടില്ല കേട്ടോ, മോളെയാന്ന് തോന്നുന്നു. അതെല്ലാം ഊരിയിട്ട് പാക്ക് ചെയ്യാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ചില ഭാഗങ്ങളൊക്കെ തീയൊക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇക്കൊല്ലത്തെ പൂരം ഇവിടെ അവസാനിച്ചു. ഇനി 2026 വരെ കാത്തിരിക്കണം. ഞങ്ങളിപ്പോൾ പോണത് കുട്ടികൾക്ക് കളിപ്പാട്ടമൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ കളിപ്പാട്ടം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പാർക്കിൻ്റെ ഭാഗത്തേക്ക് അല്ല എക്സിബിഷൻ്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ പൂരം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമം. ഇനി അടുത്ത കൊല്ലം കാത്തിരിക്കാം. ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ. ആളുകൾ ഉണ്ട്. ഇവരെയൊന്നും വിളിച്ചാ വരില്ല. പറഞ്ഞ ഒരക്ഷരം. അപ്പം അങ്ങനത്തെ പൂരം കഴിഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി കോർപ്പറേഷൻകാർ ഇറങ്ങിയിട്ട് ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടമാട്ടോ. എത്ര മാത്രമേ വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ തുണ്ടൂര് മാളുവിന് എൻ്റെ കമ്മൽ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കമ്മൽ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ തുണ്ടൂര് കുറേ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു കേട്ടോ. കളിപ്പാട്ടം കണ്ട പിന്നെ അവൾ അവിടെ നിന്ന് വരില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് കളിപ്പാട്ടം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാനിപൂരി മേടിക്കുകയാണ്. എങ്ങനെയുണ്ട് ചിച്ചു ചിച്ചു വെള്ളം അങ്ങനെ കടിക്ക് കടിക്ക് നോക്കി അവളുടെ വായക്ക് ഉണക്ക് കടിച്ചതിന്നെ കൊടുക്കും കൊച്ചിന് കൊടുക്കും. പറഞ്ഞില്ല നമുക്കൊരു ആനനെ എങ്ങനെ കിട്ടണമെന്ന്. ഇങ്ങനെയല്ല അമ്മ വായിലിട് മൊത്തത്തിലിട്. എനിക്ക് വേണ്ട. എനിക്ക് ഛർദിക്കാൻ വരാം. ഛർദിക്കാൻ വരാം. എന്നാലും ഇത്തിരി വെള്ളം തരും അമ്മയ്ക്ക്. അങ്ങനെ പാനിപൂരിയൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു സംഭവം കൂടി ഞങ്ങൾ മേടിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആശുപത്രിക്കാണ്. ആശുപത്രി പോയത് വേറെ ഒന്നുമില്ല, എനിക്ക് എന്തോ തീരെ വയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ തളർച്ച വന്ന ആശുപത്രിയിലാണ്. ഇഞ്ചക്ഷൻ കുത്തിണ്ട്. വെയില് ശക്തമായ വെയില്. പിന്നെ എനിക്ക് തൊണ്ടവേദനയും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇവിടെ ഇഞ്ചക്ഷൻ കുത്തി ഗൈസ്. ഇനി കുറച്ച് ചായ കുടിച്ചാലോ ഒന്ന് ഉഷാറാവുള്ള. അപ്പം ഞാൻ ചായ കുടിക്കണം. പിന്നെ അത് അവിടെ നിന്ന് അമ്മക്ക് മരുന്ന് മേടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം അമ്മേൻ്റെ അടുത്തേക്ക് പോകണം മരുന്ന് മേടിക്കാൻ. പണ്ടൊക്കെ പറഞ്ഞു ഉണ്ടാവില്ല. അതപ്പോൾ ദേഷ്യം ഉണ്ടാവും. ചായ ഹലോ. അപ്പം അങ്ങനെ വീട്ടിലെത്തി. ഭയങ്കര ക്ഷീണമായിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ. ഇനിയിപ്പോൾ കുളിക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കാതായിരിക്കുക. നടന്നു വന്നതിൻ്റെ ക്ഷീണമായിരിക്കാം. അപ്പോൾ ഇക്കൊല്ലത്തെ പൂരം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത കൊല്ലം നമുക്ക് അടുത്ത കൊല്ലത്തെ പൂരം കാണാം. നിച്ചൂട്ടന് ഞങ്ങൾ PP മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. PP മേടിച്ചിട്ടുണ്ടായിരുന്നു നിച്ചൂട്ടന്. പിന്നെ നിച്ചൂട്ട തന്നെ അപ്പം ഞങ്ങൾ
കേട്ടാ. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഞങ്ങളെല്ലാം വരും. അപ്പോൾ ബൈ.